ഏഷ്യയിലത്തെ എല്ലാ നാട്ടിലും രാഷ്ട്രീയക്കാർ ക്രിക്കറ്റ് ബോർഡിലുണ്ട്. അത് നമുക്ക് നിർത്താനും പറ്റില്ല. ഒരു എലക്ഷൻ വഴിയാണല്ലോ വരുന്നത്. അപ്പോൾ ഒരാൾ സ്ഥാനാർത്ഥിയായി നിന്ന് ജയിക്കുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതിലുള്ള മോഹ്സിൻ നഖ്വിയുടെ കാര്യത്തിലുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ മന്ത്രിയും കൂടിയാണ്. ഇപ്പം ഇവിടെ ഒന്നും ആരും അങ്ങനെ ഇപ്പം ഇവിടെ ആൾക്കാർ ചിലപ്പോൾ ചോദിക്കുക എന്തുകൊണ്ട് ഇപ്പം നിങ്ങൾ ജയഷായെ പറ്റി പറയും. ജയഷാ ഇന്ത്യയിൽ മന്ത്രിയൊന്നും ആയിരുന്നില്ല. ഒരു മന്ത്രിയുടെ മകനാണ്, പക്ഷെ മന്ത്രിയല്ല, എം പിയും കൂടിയല്ല. ഇതൊരു ഗവൺമെന്റിന്റെ ഫങ്ഷണറി ആയിട്ടുള്ള ഒരാള് ഒരു സ്പോർട്ടിംഗ് ബോർഡിയുടെ പ്രസിഡന്റ് ആവുക എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രശ്നം തന്നെയാണ് ശരിക്കും. അല്ല, ഈ പ്രശ്നം ശരിക്കും എങ്ങനെ ഉന്നയിക്കേണ്ടത്? എല്ലാ രാജ്യങ്ങളും ഉള്ളൊരു ബോഡിയാണല്ലോ ഇത്. അതെ, അല്ല അതിപ്പോ എനിക്ക് തോന്നുന്നു ICC ലെവലിൽ തന്നെ റൂൾസ് ഇപ്പോൾ ബാക്കി ഫിഫ ആയാലും ഒളിമ്പിക് കമ്മിറ്റി ആയാലും എല്ലാത്തിലും അവർക്ക് ചില റൂൾസ് ഉണ്ട്. ഇപ്പൊ ഗവൺമെന്റ് ഇന്റർഫിയറൻസ് പാടില്ല എന്നിപ്പോ ഫിഫ ഇന്ത്യ പുറത്താക്കുന്ന വരെ പറഞ്ഞത് അത് കാരണമാണ്. സുപ്രീം കോർട്ടോ ഗവൺമെന്റോ അല്ല തീരുമാനിക്കുക ആരാണ് കളി നടത്തേണ്ടതെന്നുള്ളത്. അത് ഫിഫയുടെ ചാർട്ടറിലും IOCയുടെ ഇതിലും ഒക്കെ ഉണ്ട്. അപ്പൊ അതുപോലെ എന്തെങ്കിലും ഒരു ഇത് ICC കൊണ്ടുവരേണ്ടി വരും. ഇപ്പോൾ ഒരു നാട്ടിലത്തെ പ്രൈം മിനിസ്റ്ററോ ഹോം മിനിസ്റ്ററോ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ തലപ്പത്ത് ഇരിക്കാൻ പറ്റില്ല എന്ന്. അതൊരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളൊരു റോള് തന്നെ ആയിരിക്കണം. ഇതിപ്പോൾ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ മോഹ്സിൻ നഖ്വി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരാളാണ്?